അപ്പൊ കടികളെ അപ്പൊ നമ്മള് മുരുടേശ്വരിക്ക് പോകണമെങ്കിൽ ചെറിയ കുറച്ച് കയറ്റങ്ങളും കാണിലേക്ക് വന്നപ്പോ നമ്മള് വയനാട്ടിൽ നിന്ന് ഒരു വണ്ടി മുരുടേശ്വരിക്ക് പോകണ്ടായിരുന്നു. അപ്പൊ അവര് വന്ന് സഹായിച്ച് വണ്ടിയിൽ സൈക്കിളും ബല്ലേനെയും കയറ്റിയിരുത്തി ഞങ്ങളിങ്ങനെ ലോറിയിൽ ഇങ്ങനെ പോയോണ്ട് കണ്ടാ അടിപൊളിയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തിട്ട് പറയാം. ഓക്കെ ബെല്ല ഇപ്പൊ സൈക്കിള് മാറി സൈക്കിള് വണ്ടിയിൽ കയറ്റിട്ട് അതിലിരിക്കണം. ബെല്ലയ്ക്ക് എന്ത് സംഭവം മനസ്സിലാവില്ലേ? ബെല്ലേ ഡി അവൾക്ക് പുറത്ത് കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല വണ്ടി വന്നപ്പോ. അങ്ങനെ സൈക്കിള് വണ്ടിയിൽ കയറ്റി പോയോണ്ട് നിൽക്കാട്ടോ. അപ്പൊ നമ്മൾ വണ്ടിയിൽ കയറ്റിയിട്ട് ഒരു ടോളിന്റെ അവിടെ എത്തിട്ടാ. ഇങ്ങനെയാണ് ടോളാണ്. വല്ലേ ഇപ്പൊ എന്ത് സന്തോഷമാണോ? എന്ത് പറ്റി? നോക്ക്. അപ്പൊ കഴികളെ അപ്പൊ നമ്മൾ മുരുടേശ്വരം എത്തി. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 24 കിലോമീറ്ററോളം വേലിച്ചാണ്ട വണ്ടിയിലാണ് വന്നിറങ്ങി മുരുടേശ്വരം. കാരണം നമുക്കറിയാലോ നോർത്തേക്ക് സൗത്ത് നമ്മൾ ഏകദേശം കഴിഞ്ഞാണ്. അപ്പൊ നോർത്തിലേക്ക് പോകുമ്പോൾ പോണ വഴിയാണ്. പിന്നെ ടയർഡായിരുന്നു, പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും ചെയ്തു. വളരെ നന്ദി. വണ്ടിയിൽ നമ്മളവിടെ കൊണ്ടിറക്കി. ഇതെല്ലാം ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി മുരുടേശ്വരത്തെ യാത്രയും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ എന്തെങ്കിലും ഇന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ ഇവിടെ യാത്ര തുടങ്ങുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി ഡീറ്റെയിൽസും വ്യക്തമായിട്ട് പറയാം. ഓക്കെ ബൈ. അപ്പോൾ കടികളെ അപ്പോൾ നമ്മൾ മുരുടേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ശിവൻ്റെ വലിയ അമ്പലവും പ്രതിമയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമാണ്. എനിക്ക് എന്താണെന്ന് ഡീറ്റെയിൽസ് അറിയില്ല, അവിടെ ചെന്നാലും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വേലിച്ചാട്ടൻ്റെയും രാജേഷേട്ടൻ്റെയും കൂടെയൊക്കെ നമ്മൾ വണ്ടിയിൽ 24 കിലോമീറ്റർ വന്നിറങ്ങി. കാരണം നല്ല കയറ്റവും ഹൈവേക്കെ ആയിരുന്നു. അപ്പോൾ അതിവിടെ എത്താൻ വേണ്ടി 4-5 മണിക്കൂർ എനിക്ക് സൈക്കിൾ വരുമ്പോൾ 4 മണിക്കൂർ എന്തായാലും എടുത്താനെ. അത് 1 മണിക്കൂർ കൊണ്ട് എത്തി. ഈ നേരം അങ്ങോട്ട് പോകണു. അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. എനിക്ക് ആകെ വിഷമമായത് ഇപ്പോൾ മൂകാംബികയെന്ന് ഷിജിച്ചാട്ടൻ്റെ അവിടെ നിന്ന് പോകുന്നപ്പോൾ എനിക്ക് ആകെ വിഷമമായി. അമ്പാടിനെ ഇവരെല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് നല്ലതായിട്ട്. എന്തായാലും എല്ലാം നല്ലതിനാവട്ടെ. ഇനിയിപ്പോൾ ഇവിടുത്തെ യാത്രയും കാര്യങ്ങളൊക്കെ കാണാം. ഇനി ഇന്നത്തെ എങ്ങനെയാണെന്നറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയിൽ കിട്ടാൻ നോക്കട്ടെ.